4th സെം ബി.എഡിൻ്റെ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റിയുടെ ഭാഗമായി ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറ തടാകത്തിന് ചുറ്റും ക്ലീൻ ചെയ്യാൻ വന്നതായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചുമ്മാ അവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ കുറച്ച് രസകരമായ കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റേ ആ സംഭവത്തിലാണ്. ഈ സംഭവം മഞ്ഞു മൂടിയ മലനിരകൾക്കിടയിലൂടെ ഒരു അതിമനോഹരമായി എനിക്കൊന്നും പറയാനില്ല. അത് പറയടി, അതാണ് അപ്പോഴാണ് സെറ്റ് ആവുന്നത്. അത് ഇങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞേ. ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയാണ്? പാറയുടെ പുറത്ത് എന്തൊക്കെയുണ്ട്? കാണുന്നതാണ് ചിറ്റീന്റെ ഇതാണ് നമ്മള് വീട്ടിലെ ചൂല്, പണ്ടത്തെ ചൂലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. നമുക്ക് ഈ അറിവ് പകർന്നു തന്നത് ടോണി തോമസ്. ഇത് ഞാൻ പറയാൻ ഹലോ ഗായ്സ്, നമ്മൾ വാഗമണ്ണില് ഇത് കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കേക്കണ്ട, ഫുള്ള് അത് നമ്മുടെ ആവശ്യമില്ല. ഞാനാണ് ഇവളുടെ റൂംമേറ്റ് കേട്ടോ. 2:45 ബസ് താഴെ എടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ മലയുടെ മണ്ടേ പോലും എത്തിയിട്ടില്ല ഗൈസ്. അത്രത്തോളം ഉണ്ട് ഗൈസ് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ഞങ്ങൾ ഓടിപ്പോട്ടെ ഗൈസ്. ഞങ്ങൾ ആ തടാകം, ഇലവീഴ പൂഞ്ചിറ തടാകം ക്ലീൻ ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കാണുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ കാണുന്നില്ല ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞങ്ങൾ 3 പേര് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ബാക്കിയുള്ളവരെ കാണുന്നില്ല ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. ഗൈസ്, വരാത്തവർ വരിക, വന്നവർ വീണ്ടും വരിക. നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യുക. ഇവിടെ വന്ന അനുഭവങ്ങൾ. ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള കോടയൊക്കെ മാറി ആ സൈഡിൽ മേലെ ചെന്നപ്പോ മേലെ നിറയായിരുന്നു കോട. താഴെ എത്തിയപ്പം ഒരു കോട പോലും ഇല്ല. ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് അവർ എനർജി. നോക്കുന്ന ഗൈസ്, നല്ല കോട കയറുന്നുണ്ട് ഇപ്പോൾ. പാട് ഗൈസ്. കോടമഞ്ഞിൻ കോടമഞ്ഞിൻ താഴ്വരയിൽ, കോടമഞ്ഞിൻ താഴ്വരയിൽ പൂത്തല്ലോ. നിങ്ങൾ അവിടെ ഒരു കാർ വരുന്നത് കണ്ട് എത്രയോ കാറിനെ കാണുന്നില്ല. 10ാം വളവ് സിനിമ ഷൂട്ട് ചെയ്തതിന്റെ 10ാമത്തെ വളവിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ്. കൊറേ പേര് നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഉണ്ട്. തിരിക്കാൻ പറ്റില്ല. എന്താ അവിടെ ഷാനി? എവിടെ ക്യാമറ കണ്ടാലും അവിടെ ഷാനി കാണും. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഇത് വൈകിട്ട് യൂട്യൂബ് ചാനലിൽ എത്തുന്നതായിരിക്കും. പുറകിൽ കുറെ ആൾക്കാരുണ്ട്. ഷാനി പിന്നെ വന്ന് ഇപ്പുറത്തൊന്നും കിട്ടാത്തോണ്ട് അപ്പുറം വന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നതിനോട് ഏതോ മേളിൽ നിന്ന് ഏതോ 2-3 പാർക്കഷ്ടം തെറിച്ച് വരുന്ന 2 കുട്ടികൾ തെറിച്ച് ഫോട്ടോയിൽ കാണിച്ചിട്ട് ഓടുന്നു. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. കാണില്ല, നിങ്ങൾ കാണണ്ട. കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കണ്ടില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും കാണേണ്ട സ്ഥലമാണിത്. സുഹൃത്തുക്കളെ, നിങ്ങളിത് കാണുന്നുണ്ടോ? കാണാനിരിക്കുന്നത് സ്വർഗം കാണിച്ച് കൊടുക്കടി ചൂപ്പി അവിടെ അങ്ങോട്ട്. ആകാശത്തിന്റെ കുറച്ച് താഴെയാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. അല്ലാണ്ട് നീ നേരത്തെ മണ്ടയില് ആകാശത്ത് തൊട്ട് താഴെന്ന് വെച്ചാൽ നമ്മുടെ എയ്റോപ്ലെയിൻ ഒക്കെ പോകുന്നതിന്റെ തൊട്ട് താഴെ. നാട്ടുകാരെയും കൂടി നീ അറിയിച്ചിരുന്നു നമുക്ക് അസുഖം. പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ഒരു തുള്ളി വെയിൽ പോലും കണ്ടില്ല. ഞാൻ പിന്നെ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലെന്നേ. വെള്ളം തേച്ച് വന്ന പക്ഷെ അത് കണ്ടോ ഗൈസ്, കുട്ടികൾ അവിടെ എന്തൊക്കെ കുൽസിത പ്രവർത്തനം.
തോന്നുന്നു ഗൈസ് ഗ്ലോറിയ ഇന്ന്. അതെ, ഗ്ലോറിയയും പീറ്റിയും ഉണ്ട് ഗൈസ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? എന്തെങ്കിലും പറയാൻ ഐശ്വര്യ ഇവനും കാണാം. നമ്മൾ കൂടുതൽ രണ്ടുപേരും മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തിട്ട് പോകാം. സൈഡിലേക്ക് വേണ്ട, ഇതൊരു സൈഡ് വലിയ പടി. ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവാ ജോസ് അവിടെ തെന്നടിച്ച് വീണത്. ചുമ്മാണ്ടോ, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കോടയുണ്ട്, അതേപോലെ മഴയും പെയ്യുന്നുണ്ട്. കണ്ട ഇവരൊക്കെ കൊട എടുത്തു. ഞങ്ങൾ കൊട നിർത്തി. മഴ ആയതുകൊണ്ട് മാത്രം കൊട എടുത്താണ്, വെയിലായോണ്ടൊന്നും അല്ല. മറക്കരുത്. ഐഷു ഉണ്ട്, ജുബി ഉണ്ട്. പിന്നെ നിങ്ങൾ മറ്റേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ ടിങ് ടിങ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും ഷാനി ഓരോ മഞ്ച് അയക്കുന്നതാണ്. കമന്റ് ബോക്സ് പക്ഷിക്കൂട്ടം വന്നു പോയി കാടുന്നു ആകാശപ്പുഴ നീന്തി കുതിച്ചു.